മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ വിമല ഹൃദയ പ്രതിഷ്ഠയിലൂടെ കടന്നു പോവുകയാണ്. ഇവിടെ ഇത് പൂർത്തിയാക്കാനായിട്ട് ദൈവം കൃപ നൽകുന്നതിനെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ചിലർക്കെങ്കിലുമൊക്കെ ചില ബുദ്ധിമുട്ടുകൾ, വേദനകൾ, രോഗങ്ങളൊക്കെ അതിനിടയ്ക്ക് സംഭവിച്ചെങ്കിലും അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പരിശുദ്ധ അമ്മ അതിന് കൃപ നൽകുന്നതിനെ ഓർത്ത് നന്ദി പറയാം. നമ്മൾ ഇന്ന് ഒരു 2-3 മിനിറ്റ് ചിന്തിക്കുന്നത്, പരിശുദ്ധ അമ്മയ്ക്ക് കാലാകാലങ്ങളായിട്ട് ഒരുപാട് പേരുകൾ സഭാമക്കൾ കൊടുത്തായിരുന്നു. അങ്ങനെ ചിലപ്പോഴൊക്കെ പല കാലഘട്ടത്തില് പല സ്ഥലങ്ങളിലാണ് അത് കൊടുത്തത്. ചിലതൊക്കെ നമ്മളിങ്ങനെ കാലഘട്ടത്തിൽ അത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു പേരാണ് പരിശുദ്ധ അമ്മ അഭിഭാഷകയായിരുന്നു, മനുഷ്യകുലത്തിന്റെ അഭിഭാഷകയായിരുന്നു എന്നുള്ളത്. നമുക്കറിയാം, കാനായില് കല്യാണ വിരുന്നില് പരിശുദ്ധ അമ്മ ഈശോയുടെ മുമ്പില് ആ ഭവനത്തിനു വേണ്ടി ആവുകയാണ്. അതായത് മാധ്യസ്ഥം വഹിക്കുകയാണ്. അഡ്വക്കേറ്റ് എന്ന പേര് പരിശുദ്ധ അമ്മയ്ക്ക് കൊടുത്തിരുന്നു. ഇത് പറയാൻ കാരണം, പരിശുദ്ധ അമ്മയെ കുറിച്ച് എഴുതപ്പെട്ട ആദ്യത്തെ പാട്ട് അത് സുബുത്തും പ്രസീതിയും കൊഞ്ചേറ്റിമൂസ് എന്ന് പറയുന്ന ഒരു പാട്ടാണ്. അത് ലാറ്റിൽ എഴുതപ്പെട്ടാണ്, 3-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ഒരു പാട്ടാണ്. ആ പാട്ട് പറയുന്നതാണ്, പരിശുദ്ധ അമ്മേ, ഞങ്ങൾ എല്ലാവരും നിന്റെ അടുക്കലേക്ക് ഓടി അണയുകയാണ്, നീ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ എന്നാണ് പറയുന്നത്. അതായത് ഒരു ദൈവത്തിന്റെ മുമ്പിൽ അഡ്വക്കേറ്റ് ആയിട്ട് പ്രവർത്തിക്കണം എന്നാണ് അതിൽ പറയുക. അതാണ് ആദ്യത്തെ പാട്ട്. അപ്പൊ അങ്ങനെ ആ ഒരു അഡ്വക്കേറ്റ് എന്ന പദം പരിശുദ്ധ അമ്മയ്ക്ക് നൽകിയിരുന്നു. ഇപ്പൊ പരിശുദ്ധ അമ്മയുടെ ആദ്യ നൂറ്റാണ്ടുകളിൽ തന്നെ ഉള്ള പരിശുദ്ധ അമ്മയ്ക്ക് നൽകപ്പെട്ട ഒരു പ്രത്യേകത, അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയുടെ ഒരു കഴിവാണ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുക എന്നുള്ളത്. അതുകൊണ്ട് നമുക്ക് ഈ നിമിഷം പരിശുദ്ധ അമ്മയെ നമ്മളെല്ലാ നിയോഗങ്ങൾക്കും വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ നിമിഷം ഏതെങ്കിലും ഒരു നിയോഗം നമുക്ക് മനസ്സിലൊന്ന് ഓർക്കാം. പരിശുദ്ധ അമ്മ, ഈ നിയോഗത്തിന്റെ മേൽ, അത് നമുക്ക് ഒരുപക്ഷെ നമുക്ക് തന്നെ കൂടുതൽ വിശുദ്ധിയിൽ വളരാനായിരിക്കാം, ചില പ്രാർത്ഥനകളായിരിക്കാം, അല്ലെങ്കിൽ ചില വേദനകളിൽ നിന്നുള്ള മാറ്റമായിരിക്കാം, രോഗങ്ങൾ മാറുന്നതിനായിരിക്കാം. എന്തിനായാലും പരിശുദ്ധ അമ്മേ, നീ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, ഈ നിയോഗങ്ങളുടെ മേലെ അമ്മ മാധ്യസ്ഥയായിരിക്കണമേ. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.